ഹലോ, വെൽക്കം ടു Spicegenics. ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ശർക്കര പൊങ്കൽ ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു 3-4 പേർക്ക് കഴിക്കാനുള്ള അളവാണ് ഞാനീ പറയുന്നത്. നമുക്കൊരു കുക്കർ അടുപ്പിൽ വെക്കാം. അതൊന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചെറുപയർ പരിപ്പ് കഴുകി വെള്ളം കളഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് ചെറുപയർ പരിപ്പ് ഇട്ടിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ നെയ്യിൽ ചെറുപയർ പരിപ്പ് ഇടുമ്പോൾ നെയ്യുടെ ഒരു ഫ്ലേവറും ടേസ്റ്റും എല്ലാം ഈ പരിപ്പിൽ പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പൊങ്കലിന് കുറേ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കരിച്ച് കളയരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഇടാവൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പച്ചരി കഴുകി വെള്ളം കളഞ്ഞത് ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും ഷോർട്ട് ഗ്രെയിൻ റൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പുഴുങ്ങലരി യൂസ് ചെയ്യരുത്, പച്ചരി മാത്രമേ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവൂ കേട്ടോ. ഈ പച്ചരിയും കൂടി ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഈ പാല് ചേർക്കുന്നത് ഓപ്ഷണലാണ്. ഈ പാല് ചേർത്താൽ നമ്മുടെ പൊങ്കലിന് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും കേട്ടോ. പാല് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമുക്കിതിലേക്ക് പാലിൻ്റെ കൂടെ ഒരു 5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങൾ പാല് ചേർക്കുന്നില്ലെങ്കിൽ അതിന് പകരം 1 കപ്പ് വെള്ളം കൂടി അധികം ചേർക്കണം. അതായത് പാല് ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ടോട്ടൽ 6 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5-6 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ റൈസ് കുക്ക് ആവുന്ന ടൈമിൽ ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള നമുക്ക് ജാഗരി സിറപ്പ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ജാഗരി പൗഡറാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ശർക്കര പൗഡർ എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇത് 1 സ്പ്രിംഗ് കൺസിസ്റ്റൻസി ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതൊന്ന് ബോയിലായി മെൽറ്റായി മാത്രം മതി കേട്ടോ. നമ്മുടെ പ്രഷറൊക്കെ സെറ്റിലായിട്ട് ഉണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ റൈസ് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ജാഗരി സിറപ്പ് ചേർത്ത് കൊടുക്കാവൂ. ഇത് ചോറ് നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചാൽ പിന്നെ ഈ ചോറ് വേവില്ല കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാവൂ. ഇനി ഇത് നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ആ ശർക്കരപ്പാനി ഇതിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. അരിച്ചൊഴിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും കേട്ടോ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ശർക്കരപ്പാനിയും ഈ റൈസും ദാലും എല്ലാം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്കിനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പം നമ്മളിത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതായത് നമ്മളിത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതൊരു ഗൂയി ടെക്സ്ചറിലാണ് നമ്മുടെ ശർക്കര പൊങ്കൽ ഇരിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കാനായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചൂടാക്കാം. അതായത് ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചൂടാക്കിയെടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് അതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റൈസിൻസും കൂടി ചേർത്തിട്ട് മുന്തിരിങ്ങയൊക്കെ ഒന്ന് വീർത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഈ ഫ്രൈ ചെയ്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഈ റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത് ആ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊങ്കലിന് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര പൊങ്കൽ റെഡി. എല്ലാവർക്കും എൻ്റെ പൊങ്കൽ ആശംസകൾ.